അതുപോലെ സബീഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ ഗുരുവും തറവാട് പ്രസിഡൻറ്റുമായ നാരായണമാമനെ അധ്യക്ഷൻ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. പുളിയക്കാട്ട് ചെറുക്കാൽ തറവാട് കമ്മിറ്റി ഒരു ജനകീയ രീതിയിൽ രൂപം കൊണ്ടിട്ട് ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പാണ്. 1985 വരെ ഞങ്ങളുടെ തറവാട് കാരണവന്മാർ നേരിട്ട് ഈ തറവാടിൻ്റെ ഭരണങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയ അവരാണ്. അതിനുശേഷം ഈ തറവാട്ടിൽ ഒരു സ്വർണ്ണ പ്രശ്നവും ഒക്കെ വെച്ച് നവീകരണ പ്രക്രിയയൊക്കെ നടത്തി ഒരു നല്ല ജനകീയ കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ച് നല്ല അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി ഈ തറവാടിൻ്റെ നവീകരണങ്ങളും ഇന്ന് കാണുന്ന ഈ തറവാടിൻ്റെ രൂപത്തിലെത്തിക്കാൻ സാധിച്ചത് ഏവരുടെയും സഹകരണത്തോടെയാണ്. നമുക്കറിയാം, പല തറവാട്ടുകാരും അവരുടെ ഭൂസ്വത്തിൻ്റെ ഒരു ഭാഗം വിൽപ്പന നടത്തിക്കൊണ്ടാണ് തറവാടിൻ്റെ നവീകരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതെങ്കിൽ നമുക്ക് 2 തറവാടുകളുണ്ട്. ധർമ്മദൈവങ്ങളും അതുപോലെ കുലദൈവമായ തൊണ്ടച്ചൻ ചെറുക്കാൽ തറവാട്ടിലും. ആ 2 തറവാടുകളും വളരെ ഭംഗിയായി തന്നെ ഇന്ന് നമുക്ക് പരിപാലിക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ തറവാട്ടിലെയും സന്താനങ്ങളുടെയും പരിപൂർണമായ സഹകരണം കൊണ്ടാണ്. ആ രീതിയിൽ ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ 1999 ചെറുക്കാൽ തറവാട്ടിൽ ഒരു വയനാട്ട് കുലവൻ ദൈവം കെട്ട് നടത്തുകയുണ്ടായി. നാട്ടുകാരുടെയും ക്ഷേത്ര ഭരണ സമിതിയുടെയൊക്കെ പൂർണ്ണമായ സഹകരണത്തോടെ 1999 നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ നവീകരണം ഇപ്പം അടുത്ത് 20-ന് ശേഷം 2020 ശേഷം ഞങ്ങളൊരു സ്വർണ്ണ പ്രശ്നം വീണ്ടും വെക്കുകയും ഈ പുളിയക്കാട്ട് തറവാടിൻ്റെ ഒരു പരിപൂർണമായ നവീകരണ പ്രക്രിയ നമ്മൾ ആരംഭിക്കുകയും ഒരു 22ഓടുകൂടി ഇതിൻ്റെ ഒരു പ്രതിഷ്ഠ നടത്തുകയും പ്രതിഷ്ഠയ്ക്ക് ശേഷം എല്ലാ മൺമറഞ്ഞു പോയവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഒരു ആവാഹന പ്രക്രിയയൊക്കെ നടത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ വലിയൊരു പരിപാടി, ഒരാഴ്ച നീണ്ടു നിന്ന ഭാഗവത സപ്താഹ യജ്ഞം ഇവിടെ വെച്ച് തന്നെ നടക്കുകയുണ്ടായി. അങ്ങനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സമയത്താണ് ഞങ്ങളുടെ തറവാട്ട് അംഗങ്ങൾ ഒരു ആവശ്യവുമായി മുമ്പോട്ട് വന്നത് കുടുംബസംഗമം നടത്തണമെന്നുള്ള. ഈ കുടുംബസംഗമം നടത്തുന്നതിന് എല്ലാവരും പറഞ്ഞുവെങ്കിലും നമ്മുടെ ഇവിടെ യോഗത്തിലേക്ക് എത്തിച്ചേരാൻ വളരെ വൈകിപ്പോയി. നമ്മളെ ബഹുമാന്യരായ വിശിഷ്ട അതിഥികളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളെ തറവാട്ടിലെ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഭാവിയിലെങ്കിലും. അങ്ങനെ ഈ തറവാടിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അതുപോലെ മൺമറഞ്ഞു പോയവരെയും ഓർക്കുകയാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ രാവണീശ്വരം പുളിയക്കാട്ട് ചിറക്കൽ തറവാടിൻ്റെ കുടുംബ സംഗമത്തിനാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ തറവാടുമായി എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് എൻ്റെ അച്ചാച്ചൻ്റെ തറവാടാണ് എന്നുള്ളൊരറിവ് ഈ തറവാട് സംഗമവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞു. അപ്പം അച്ഛൻ്റെയൊക്കെ ഓർമ്മകൾ ഉള്ള ഒരു കുടുംബ സംഗമത്തിൻ്റെ ഭാഗമാകാനും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും കഴിഞ്ഞതിലുള്ള ഭാഗ്യവും അഭിമാനവും ആദ്യമേ തന്നെ അറിയിക്കുന്നു. നമുക്കറിയാം, കാസർഗോഡ്, കണ്ണൂർ, വടക്കൻ മലബാർ മേഖലയിലൊക്കെ തെയ്യങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. തെയ്യങ്ങളുടെ ഒരു ആഘോഷവും ഉത്സവവും കളിയാട്ടവും വയനാട്ടുകുലവനും ഒക്കെയാണ് നമ്മളെ വടക്കൻ മേഖലയെ ഒരുപാട് ഉണർത്തിക്കുന്ന ഒന്ന്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കൂട്ടായ്മയുടെ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ജനകീയമായിട്ടുള്ള തറവാടുകളും വടക്കൻ മേഖലയുടെ വലിയൊരു പ്രത്യേകതയാണ്. തറവാടുകൾ അത് എപ്പോഴും നമ്മളെ തിരക്ക് പിടിച്ച ജീവിതമാണ്, ഓടിക്കൊണ്ടേയിരിക്കുന്നതാണ്, എല്ലാത്തിനും തിരക്കാണ്, സമയമില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചു കൂടാനും ഒത്തുചേരാനും സമയത്തിന് വേണ്ടി അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തറവാട്ട് കുടുംബ സംഗമവും കളിയാട്ടവും വയനാട്ടുകുലവനൊക്കെ ആചരിക്കുമ്പോൾ ആ അനുഷ്ഠാനത്തിൻ്റെ പേരിൽ അവയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് പരസ്പരം ഒത്തുകൂടാനും പഴയ പഴങ്കഥകൾ പറയാനും ഇനി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു സഹായകമാകാനൊക്കെ ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങളും തറവാടുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2028
ഇവിടെ വയനാട്ടുകുലവൻ തെയ്യം കെട്ട് നടത്തുന്നുണ്ട് എന്നറിഞ്ഞു. നമുക്ക് കാസർഗോഡുകാർക്ക് വലിയ, ഒരുപക്ഷെ കണ്ണൂർ ഭാഗത്തുണ്ടോ എന്ന് തന്നെ അറിയില്ല, കാസർഗോഡുകാർക്ക് വലിയൊരു ഉത്സവമാണ് വയനാട്ടുകുലവൻ എന്ന് പറയുന്നത്. പെരുങ്കളിയാട്ടം പോലെ ഉള്ള ഒന്ന്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘാടക സമിതി ഇത്ര നേരത്തെ തന്നെ തുടങ്ങുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ചുറ്റുമുള്ള മനുഷ്യരെ, നാട്ടുകാരെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ വയനാട്ടുകുലവൻ കളിയാട്ടം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ തെയ്യം എന്ന് പറയുന്നത് ചിലർക്ക് ആചാരവും അനുഷ്ഠാനവും വിശ്വാസവുമാണ്. അവരുടെ മനസ്സിന് അല്പം ആശ്വാസമേകാൻ പറ്റുന്ന ഒന്നാണ്, പ്രാർത്ഥിക്കുന്ന ഒന്നാണ് തെയ്യം. മറ്റു ചിലർക്ക് അത് ഏറ്റവും മികച്ച കലാരൂപമാണ്, ആസ്വാദനത്തിനുള്ള ഏറ്റവും മികച്ച കലാരൂപമാണ്. തെയ്യംകെട്ട് മഹോത്സവം ഏറ്റവും നല്ല ആഘോഷവുമാണ്. പരസ്പരം മനുഷ്യനെ സ്നേഹിക്കാനും പരസ്പരം കണ്ടുകൊണ്ടിരിക്കാനും നമുക്ക് ഒരുപാട് സ്ഥലത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള മനുഷ്യരാണ്. പക്ഷെ നമുക്കൊക്കെ പരസ്പരം അറിയാനും ബന്ധം സ്ഥാപിക്കാനൊക്കെയും ഈ തെയ്യംകെട്ടുകൾ കൊണ്ടും തറവാടുകളിലെ കുടുംബസംഗമങ്ങൾ കൊണ്ടൊക്കെയും സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന പലർക്കും ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. ഒരുപാട് വർത്തമാനങ്ങൾ പറയാനുണ്ടാവും. അത്തരത്തിൽ ഓരോ കുടുംബ സംഗമങ്ങളും മനുഷ്യനെ വീണ്ടും വീണ്ടും കൂട്ടിയിണക്കാനുള്ളതും ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാക്കാനുള്ളതും ഞാനും നിങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുന്നത് പലരും ഇവിടെ എത്തിച്ചേർന്നായിരിക്കും. നമ്മൾ ഒരേ തറവാട്ടംഗങ്ങളാണെന്നൊക്കെ തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങളിലൂടെയാണ്. അപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കുക, മനുഷ്യരൊത്തുചേർന്നാൽ മാത്രമേ മുന്നോട്ടുള്ള നല്ലൊരു നാൾ വഴി ഉണ്ടാവും. തറവാടുകൾക്ക് വേണ്ടിയും കാസർഗോഡിനെ സംബന്ധിച്ച് തെയ്യത്തിന് വേണ്ടിയൊക്കെയും കൂടുന്നത് മനുഷ്യൻ്റെ നല്ലതിനാണെങ്കിൽ അത് ഏറ്റവും അത്യുത്തമമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ശേഷം ഒരു വലിയ പ്രഭാഷണം തന്നെ ഈ വേദിയിൽ നടക്കാനുണ്ട്. സബീഷേട്ടനെ പോലെയുള്ള മെമ്പർമാർ ഈ വേദിയിൽ സംസാരിക്കാനുണ്ട്. കൂടുതലൊന്നും പറയാതെ 2028 നടക്കുന്ന വയനാട്ടുകുലവൻ കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള വയനാട്ടുകുലവൻ തെയ്യംകെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കുടുംബ സംഗമത്തിനെ അതിനെ ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിൽ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ, ഇവിടെ കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടകനും അതുപോലെ തന്നെ അധ്യക്ഷനും സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ വടക്കേ മലബാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് തറവാടുകളും തെയ്യങ്ങളും തറകളെല്ലാം തന്നെ ഉള്ള നാടാണ്. അതിൽ നമുക്ക് വളരെ അഭിമാനകരമായി പറയാൻ കഴിയുന്നൊരു കാര്യം, ഈ തറവാടുകളിലും അതുപോലെ തന്നെ അമ്പലങ്ങളിലായാലും തറകളിലായാലും എല്ലാ ആളുകളെയും ചേർത്ത് കൊണ്ട് വലിയ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിക്കാൻ കഴിയുന്ന, അതിൻ്റെ പാരമ്പര്യമെല്ലാം തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കഴിയുന്ന ഒരുപാട് ഇടപെടലുകൾ വളരെ മാതൃകാപരമായി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ 2028 നടക്കാൻ പോകുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം ഇപ്പോൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. കുടുംബ സംഗമങ്ങൾ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട്. കുടുംബ സംഘങ്ങൾ മാത്രമല്ല, എല്ലാ സംഗമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഗമം നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കൂട്ടുകുടുംബമെല്ലാം മാറി നമ്മളെല്ലാവരും അണുകുടുംബത്തിലേക്ക് മാറി. നേരത്തെ 2-3 തലമുറകളെല്ലാം ഒന്നിച്ച് ജീവിച്ചിരുന്നൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അല്ലേ 2 കുട്ടികളായാൽ അപ്പോൾ പുതിയ വീട് ആലോചിക്കും, അങ്ങോട്ടേക്ക് പോകും. പണുകുടുംബമായി മാറിക്കൊണ്ടിരിക്കുകയും, പണുകുടുംബമായി മാറുന്നു എന്ന് മാത്രമല്ല, പുതിയ തലമുറ ഇപ്പോൾ അതിൻ്റെ പേരെല്ലാം മാറിയിട്ടുണ്ട്. ജെൻസി, ആൽഫ, ഇങ്ങനെല്ലാം പറയുന്നത്.
അപ്പം അതിനെല്ലാം അങ്ങനെയാണ് പേര് വരുന്നത്. അപ്പം അവരെല്ലാം സ്മാർട്ട് ഫോണിൻ്റെ കാലത്ത് ജനിച്ച ആളുകൾ, അല്ലെങ്കിൽ AI കാലത്ത് ജനിച്ച ആളുകൾ എന്ന് പറയാം. ഇപ്പോൾ നമ്മളാരും ഇവിടെ വന്നിട്ടില്ലെങ്കിലും നമ്മളെല്ലാവരും വന്ന് ഇവിടെ സംസാരിച്ചതുപോലെ വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ പറ്റും. നിങ്ങൾ ആരും അഭിനയിക്കാൻ അറിയാത്ത ആളാണെങ്കിൽ പോലും നിങ്ങളെല്ലാം നന്നായി അഭിനയിക്കുന്ന ഒരുപാട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? നമ്മൾ മക്കളുണ്ടാക്കും, ചെറിയ കുഞ്ഞുണ്ടാക്കും. അപ്പോൾ AI കാലത്ത് ജനിച്ചവരാണ് ഇപ്പോൾ പുതിയ ജനറേഷൻ. സ്മാർട്ട് ഫോണിൻ്റെ കാലത്ത് ജനിച്ചവരാണ് അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ. അപ്പോൾ വലിയ ഗ്യാപ്പ് ഇവർ തമ്മിലെല്ലാം ഉണ്ട്. ഇപ്പോൾ ഉള്ള ഒരു ഇന്നലെ ഞാനൊരു പുതിയ കുട്ടി, +2 കഴിഞ്ഞ കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ CAക്കാണ് പഠിക്കുന്നത്. അപ്പോൾ CA കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പുറത്തേതെങ്കിലും രാജ്യത്ത് പോകും. ആ പുറത്തേക്ക് വരുന്ന ഒരു ചെക്കനെ തന്നെ ഞാൻ കല്യാണം കഴിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടും ആടാ. അപ്പോൾ പുതിയ കുട്ടികളെല്ലാം ഒരു കാഴ്ചപ്പാട് അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വീടുകളിലായാലും നമ്മുടെ ഇങ്ങനെ കൂടിച്ചേരേണ്ട സ്ഥലങ്ങളിലെല്ലാം പൊതുവിൽ ആളുകൾ കൂടുന്നത് കുറവാണ്. അതുകൊണ്ടാണ് ബോധപൂർവം നമ്മൾ എന്ത് വെക്കുന്നത്, സംഗമങ്ങൾ വെച്ച് ആളുകളെ കൂട്ടിയോജിപ്പിക്കാൻ ആവശ്യമായ നിലയിലേക്കുള്ള ഇടപെടുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്, എന്നാലും അങ്ങനെ പോയിട്ടില്ല. ഇപ്പോഴും നമുക്കെല്ലാം ബന്ധമുള്ള ഒരുപാട്, അല്ലെങ്കിൽ നല്ല കുടുംബങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുള്ള കുടുംബങ്ങളും കൂട്ടുകുടുംബങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ സംഗമങ്ങളെല്ലാം തന്നെ കൂടി വരുന്നത്. ഇതിപ്പോ അങ്ങനെയല്ലേ, ഇതിപ്പോ 28-ൽ നടക്കാൻ പോകുന്ന വലിയൊരു പരിപാടിയുടെ ഭാഗമായി നമ്മളെല്ലാം ഇതിന്റെ ഭാഗമാവണം. ഇതിന്റെ ഭാഗമായി ഏറ്റവും നന്നായി ഇതിന്റെ എല്ലാം പ്രവർത്തനത്തിന്റെ ഭാഗമായി വരേണ്ട ആളുകളാണ് എന്ന് ഇപ്പോഴേ ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനും ഇപ്പോഴേ അതിന്റെ ഭാഗമായി കൊണ്ടുവരാൻ ആവശ്യമായ നിലയിലേക്കുള്ള ഇടപെടലാണ് ഇപ്പോൾ ഈ തറവാട് കമ്മിറ്റി എടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മുടെ വിജയവും. കാരണം ഏത് പരിപാടി വെച്ചാലും ആ പരിപാടി വിജയിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവണം. ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് ആളുകളല്ല, അത് ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന ആളുകൾ വരെയുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തം ഉണ്ടായെങ്കിൽ മാത്രമേ ആ കൂട്ടായ്മ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, വിജയിക്കുന്ന ഒരു കൂട്ടായ്മയും മാറും. ഇവിടെ അതാണ് കാണുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഈ ഒരു വേദിയിൽ ആദരിക്കുകയാണ് അല്ലെ. LSS ഇല്ല, SLC +2 അതുപോലെ ഇപ്പോൾ ആദരിച്ചത് ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള നമ്മുടെ തറവാട്ടംഗങ്ങളെയാണ്. അപ്പൊ എല്ലാ ആളുകളെയും ഈ ഇതിന്റെ ഭാഗമായി കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടൽ ഈ തറവാട് കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് മാതൃക. ഈ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വലിയ പരിപാടിയും നമുക്ക് വളരെ സിമ്പിളായി നടത്താൻ കഴിയും. അപ്പൊ അതിനെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ പ്രദേശം. രാവണേശ്വരം മേഖലയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ മേഖലയിലെല്ലാം ഏത് പരിപാടിയാണെങ്കിലും എല്ലാ ആളുകളും നന്നായി അതിനെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നവരാണ്. അവിടെ എന്തു തന്നെയായാലും ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കഴിയും. അതിന് ഉതകുന്ന തരത്തിൽ ഈ കുടുംബസംഗമം മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. രാവണേശ്വരം പുളിയക്കാട്ട് ചിറക്കൽ തറവാടിൻ്റെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയാൽ അതിൽ തന്നെ സന്തോഷം അറിയിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം അണുകുടുംബങ്ങളായി മാറുമ്പോൾ ശിഥിലമാകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങൾ അനിവാര്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു 10-20 വർഷം കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൂട്ടായ്മ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം വെച്ചാൽ നമ്മുടെ പുതിയ തലമുറകൾക്ക് ഇത്തരത്തിലുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ ഉത്സവം, കളിയാട്ടങ്ങളോ കാര്യങ്ങളോ തറവാട് ഇങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ഈ ഇരിക്കുന്ന തലമുറയിൽ ഉള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കുടുംബത്തെ സംയോജിച്ച് പോകുന്ന ഈ കാലത്ത് അവരുടെ കാലശേഷം ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മളിപ്പോഴേ ഒന്ന്
കണ്ടുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളിൽ പുതിയ പുതിയ തലമുറ കുറവാണ്. ഇതിനകത്തുള്ള ഏകദേശം ആളുകൾ കുറച്ച് പഴയ ആളുകളാണ്. അപ്പം അത് തന്നെ അതിനെ ഒരു വലിയൊരു മാതൃക. നമ്മൾ പറയാം, നമ്മുടെ ഈ തറവാടിൽ പങ്കെടുക്കേണ്ട ഒരുപാട് ആളുകൾ പല പ്രദേശത്ത് നിന്ന് വരുന്നു. ഇവിടെ നമ്മൾ ചിലപ്പോൾ പരിചയമില്ലാത്ത ആളുകളൊക്കെ ഇതിനകത്തുണ്ടോ, പരസ്പരം അങ്ങോട്ട്. നമ്മളൊരു കല്യാണം വന്നാൽ ആ കല്യാണം പറയാൻ പോകുമ്പോൾ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഒരു വീട്ടിൽ പോയി അടുത്ത വീട്ടിൽ പോകുമ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ബന്ധുക്കളുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞ് അവിടെ പറയണം. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ അവർക്ക് അറിയുന്നില്ല, അവരെ നമ്മൾക്ക് അറിയുന്നില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥകളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ മാറി നമ്മുടെ ആളുകളൊക്കെ ഇവിടെ വന്ന് സംഗമിക്കുമ്പോൾ നമ്മുടെ ആളുകളെ പരസ്പരം, നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്തുക, നമ്മുടെ കുട്ടികൾ പരസ്പരം പരിചയപ്പെടുക, നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലുള്ളത്. കാരണം എൻ്റെ തറവാട്ടിൽ എൻ്റെ വല്യച്ഛൻ്റെ പേരിൽ, കുഞ്ഞിക്കണ്ണൻ എന്നുള്ള എൻ്റെ വല്യച്ഛൻ്റെ പേരിൽ ഞങ്ങൾ കുടുംബസംഗമം സംഘടിപ്പിക്കാറുണ്ട് എല്ലാ വർഷവും. ഞങ്ങളുടെ 11ാമത്തെ വർഷം ഈ കഴിഞ്ഞ ഡിസംബർ 25 ഞങ്ങളുടെ കുടുംബസംഗമം നമ്മൾ ആഘോഷിച്ചു. കാരണം 11 വർഷമായിട്ട് ഞങ്ങൾ കുടുംബസംഗമം സംഘടിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മുടെ കുട്ടികൾ പരസ്പരം അറിയുക, പരിചയപ്പെടുക, ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടും കൂടിയാണ് അത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വർഷവും ഡിസംബർ 25 പരിപാടി സംഘടിപ്പിക്കുക. അന്നൊരു പൊതു അവധിയുള്ള ദിവസമാണ്, എല്ലാവർക്കും പറ്റുന്ന ഒരു ദിവസമാണ്, വരാൻ പറ്റുന്ന ദിവസമാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ദിവസത്തിലെല്ലാം നിങ്ങളും നിങ്ങളുടെ കുടുംബസംഘം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിയ നമ്മുടെ കുടുംബത്തിലെ പ്രായം കൂടിയ അമ്മമാർ, അച്ഛന്മാർ, ഞാനിപ്പോൾ നേരത്തെ നമ്മുടെ അമ്മ ഇവിടെ ആദരിക്കപ്പെടുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടു. കാരണം അവരുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഗോൾഡ് മെഡലാണിത്. കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവരെ കണ്ണ് നിറയുമ്പോൾ ആ കണ്ണുനീരിൽ നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അംഗീകാരങ്ങൾ അത്തരത്തിലുള്ള ആളുകളെ ഒരുപാട് സന്തോഷിക്കും. കാരണം ഇനിയിപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒന്നുമില്ല, അവരെ ജീവിതത്തിൽ അത് ധന്യമായിട്ടുണ്ട്. അവരെ അത്രത്തോളം സന്തോഷാവധിയാണ് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇവിടെ ആദരവേറ്റ നമ്മുടെ കുട്ടികളുടെ പറയാനുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികൾ ഉയരങ്ങളിലെത്തണം. നമ്മുടെ SSLC +2 കഴിഞ്ഞിട്ട് നമ്മുടെ പഠനം നിർത്തരുത്. ഇവിടെ ഉണ്ടെങ്കിൽ കുട്ടികൾ അവരുടെ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കുക, അതിലൂടെ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി നമ്മുടെ മക്കളോട് പറയാനുണ്ട്. അതാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും നിങ്ങളെ ഒരുപാട് ഇനിയിപ്പോൾ പ്രഭാഷണം കാര്യങ്ങളൊക്കെ നടക്കാണ്ട് ഇവിടെ നമ്മുടെ വാർഡ് മെമ്പർമാർ സംസാരിക്കാനുള്ളതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സമയം അപകരിക്കുന്നില്ല. ഈ കുടുംബസംഗമത്തിൽ എന്നെ ക്ഷണിച്ച എല്ലാ സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തറവാട്ടിലെ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്ന് ഇവിടെ നടന്ന ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു തറവാട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വ്യത്യസ്തമായ ഒരു തറവാടായിട്ടാണ് ഇത് കാണപ്പെട്ടത്. എല്ലാ തറവാടുകളിലും രാത്രിയാണ് പുത്തരി കൊടുക്കലുണ്ടാകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പകല് പുത്തരി കൊടുക്കുന്ന ഒരു തറവാട് കണ്ടിട്ടുള്ളത്. അതുപോലെ ഇന്ന് ഇവിടെ ഉപഹാരം ഏറ്റുവാങ്ങുന്ന കുട്ടികളും ഇനി പഠിച്ച് മുന്നോട്ട് നല്ല വിദ്യാർത്ഥികളായി ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഈ ഒരു കുടുംബസംഗമത്തിൽ നമ്മുടെ പുതുതലമുറക്കൊരു പ്രചോദനമാകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അതോടൊപ്പം 2028 നടക്കുന്ന ദൈവംകെട്ട് മഹോത്സവം ഒരു മാതൃകാപരമായ ഉത്സവമാക്കി തീർക്കാൻ ഈ ഒരു കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ഉപകാരം സോയാക്കെ
പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയെ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയെ നമഃ. സർവശക്തിക്യരൂപാം താം കോലാപുരനിവാസിനിയും രാജരാജേശ്വരീം വന്ദേ ഭക്താഭീഷ്ടപ്രദായിനിയും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. യോ ബ്രഹ്മാണം വിദധാതിപൂർവം യോ വൈ വേദാംശ്ച പ്രകൃണോതി തസ്മൈ തംഹദേവം ആത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. ഓം ശാന്തി ശാന്തി ശാന്തി. ആരാധ്യരായ ക്ഷേത്ര സ്ഥാനികന്മാരെ, അഭിവന്ദ്യ അധ്യക്ഷൻ എൻ്റെ ആത്മബന്ധുവായ CH നാരായണേട്ടൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള സജ്ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സപ്രേമ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്യാൻ തുടങ്ങുകയാണ്. നല്ല ചൂടുണ്ട്, എങ്കിലും ഒന്ന് ഈസി ആയിട്ട് ഇരിക്കണം എന്നാണ് അപേക്ഷ. എന്തോ ബലം പിടിച്ചിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. ഇപ്പോഴൊന്നും നിർത്താനുള്ള ഉദ്ദേശം ഇല്ല എനിക്ക്. നാരായണേട്ടൻ പറഞ്ഞത് പ്രസംഗം തീർന്ന് ഭക്ഷണം എന്നാണ്. ഞാൻ പറഞ്ഞത് ഭക്ഷണമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിക്കണം, റെഡിയായാൽ ഞാൻ നിർത്തിക്കൊള്ളാം എന്നാണ്. അവരൊരു പരസ്പര ധാരണയിലാണ്. സാധാരണ എൻ്റെ ഒരു രീതി ഒരു 2-2.5 മണിക്കൂർ പ്രസംഗിക്കണം എന്നാണ്. പ്രമോദ് വെള്ളം കൊണ്ടു തന്നാൽ ചിലപ്പോൾ അരമണിക്കൂർ കൂടി കൂട്ടുക. പിന്നെ എനിക്ക് വലിയൊരു ധൈര്യമുണ്ട്. നാരായണേട്ടനും പ്രമോദുമാണ് എന്നെ ഇങ്ങോട്ട് ഈ പരിപാടിക്ക് വിളിച്ചത്. വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഏറ്റു. കാരണം ഞാനൊരു പാലാത്തീയനാണ്. ആ ധൈര്യം വെച്ചുകൊണ്ടും ആ അഭിമാനം വെച്ചുകൊണ്ടുമാണ് ഞാൻ പെട്ടെന്ന്, കാരണം ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ വീട്ടിനടുത്ത് കൊപ്പൽവീട് തറവാട്ടിൽ ഒരു കുടുംബസംഗമം നടക്കുകയാണ്. ഞാൻ ഇത് തീർന്നിട്ടേ വരൂ എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര വൈകിയാലും തീർന്നിട്ട് വന്നാൽ മതി എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കുടുംബസംഗമം നടക്കുകയാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ തറവാടിൻ്റെ പഴക്കത്തെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഒട്ടും അറിഞ്ഞുകൂടാ. പക്ഷേ മടിയൻ ക്ഷേത്രപാലകൻ ഈശ്വരൻ, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം തുടങ്ങിയവയെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ക്ഷേത്രപാലകനെ കുറിച്ച് പറഞ്ഞത് 110 കഴിഞ്ഞ് 7-ാം ആണ്ടിൽ കന്നി 11-ന് ക്ഷേത്രപാലം വന്നു എന്നാണ്. അങ്ങനെയാവുമ്പോൾ കൊല്ലവർഷം 117 കന്നിമാസം 11-ാം തീയതിയാണ് കാളരാത്രിയുടെ ആസ്ഥാനമായ മടിയൻ കോവിലകത്തേക്ക് ക്ഷേത്രപാലകൻ ഈശ്വരൻ വരുന്നേ. 1000 കൊല്ലത്തിൻ്റെ പഴക്കം. ഞാൻ ഈശ്വരനാണ്, നീ ഈശ്വരനാണ്, ഞാനും നീയൊക്കെ ഈശ്വരന്മാരാണ്. എനിക്കറിയുന്ന ഒരു ഗുരുസ്വാമിയുണ്ട് അങ്ങ് കിഴക്ക് പാണത്തൂർ പോകുന്ന റൂട്ടിൽ. മൂപ്പര് അധികം ശരണമൊന്നും വിളിക്കൂല കേട്ടോ. ചില ആൾക്കാർ ഈ ഭക്തി കൂടിയ ശരണമേ ശരണം, റൂട്ട് അങ്ങനെ വിളിക്കൂലേ. ശബരിമലക്ക് ഇദ്ദേഹം വിളിക്കൂല. ഇദ്ദേഹം ആകെ പറയുന്നത് അറിയോ? ഞാൻ തന്നെ നീയും നീ തന്നെ ഞാനും, ഞാൻ തന്നെ നീയും നീ തന്നെ ഞാനും. ഹരിനാമ കീർത്തനത്തില് ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിക, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഞാൻ 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 അങ്ങനെ ആയിക്കൂടെ നമ്മള്. തോന്നരുത്. തോന്നുന്നതാകിൽ അഖിലം ഞാൻ, എല്ലാം ഞാനാണെന്ന് എനിക്ക് തോന്നണം. സയന്റിഫിക് സോഷ്യലിസം അത്. എല്ലാം ഞാൻ തന്നെയാണ്.
ഇതാണ് വേദാന്ത ഭാഷയിൽ അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറയുന്നത്. നമ്മളെല്ലാവരും ഈശ്വരന്മാരാണ്. ആ ഈശ്വരന് യഥാർത്ഥത്തിൽ രൂപം ഇല്ല, നാമരൂപ വിവർജിതമാണ്. രൂപമില്ലാത്ത ഈശ്വരന് നമ്മൾ രൂപം കൽപ്പിച്ചു കൊടുക്കുകയാണ്. അതെങ്ങനെ മാഷെ ശരിയാവുന്നത്? അത് ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിക്കണം. ഐൻസ്റ്റീൻ പറഞ്ഞു, ഈ സമയം MC² പറഞ്ഞ ഐൻസ്റ്റീൻ, ദ്രവ്യത്തെ ഊർജമായും ഊർജത്തെ ദ്രവ്യമായും മാറ്റാൻ കഴിയും. രൂപമില്ലാത്ത ഈശ്വരൻ രൂപമുള്ളതായി മാറുന്ന സമയത്ത് അവിടെ എനർജി മാറ്ററായിട്ട് മാറുകയാണ്. ചിന്മയസ്യ അദ്വിതീയസ്യ നിർഗുണസ്യ അശരീരിണഃ ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന എന്ന് പ്രമാണം. ഉപാസകന്റെ സൗകര്യത്തിന് വേണ്ടി രൂപമില്ലാത്ത ഈശ്വരന് രൂപം നമ്മൾ സങ്കല്പിക്കുകയാണ്. കുറച്ചു ദിവസം മുമ്പിൽ ഒരാളോട് ഞാൻ ചോദിച്ചു, ഈ വിഷ്ണുവും വിഷ്ണുമൂർത്തിയും തമ്മിൽ എന്ത് വ്യത്യാസം? വിഷ്ണുവും വിഷ്ണുമൂർത്തിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, അതെ, ഈ വിഷ്ണു എന്ന് പറഞ്ഞാല് പട്ടർ പൂജ ആയിക്കുമെങ്കിൽ അത് വിഷ്ണു, പൂണൂരില്ലാത്തവൻ പൂജ ചെയ്യുമ്പോൾ അത് വിഷ്ണുമൂർത്തി. ഞാൻ പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ്. അത് ദേവാലയം, ഇത് ഭൂതാലയം. ആ പ്രയോഗം തെറ്റ. നാരായണേട്ടൻ അറിയാം, പണ്ട് തുളുക്കാരും കർണാടകക്കാരും എല്ലാറ്റിനും ഭൂതാലയ തെയ്യത്തിനൊക്കെ ഡബിൾ ഡാൻസ് എന്ന് ഇംഗ്ലീഷുകാരനെ വിചാരിച്ചു പോയത്. അത് രേഖപ്പെടുത്തിയ ശരിക്കും വിഷ്ണു ഭൂതമാണോ? ചാമുണ്ടി ഭൂതമാണോ? പൊട്ടൻ തെയ്യം ഭൂതമാണോ? അതൊക്കെ ദൈവമല്ലേ. ആ ഭൂത വിട്ടേ, കന്നഡത്തിന്റെ ഈ തുള്ളിന് കാര്യം വിട്ടേ, ദേവാലയം തന്നെയാണ് എല്ലാം. മാത്രമല്ല, ബ്രാഹ്മണൻ പൂജ ചെയ്യുന്ന സമയത്ത് ആവാഹന ചെയ്യുമ്പോ ഓം 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 ഏഹി വിഷ്ണുമൂർത്തി ഭഗവൻ ആഗച്ഛ ആഗച്ഛ ആവാഹയാമി. വിഷ്ണുമൂർത്തി എന്നാണ് ബ്രാഹ്മണൻ വിളിച്ചേ. കാഞ്ഞങ്ങാട് മാവുങ്കാൽ ആ ഭാഗത്ത് പുല്ലൂർ ഒരു ക്ഷേത്രം ഇല്ലേ, പുല്ലൂർ, അവര് വിളിക്കുന്നത് വിഷ്ണുമൂർത്തി ക്ഷേത്രം എന്നാണ്. സാളഗ്രാമ സങ്കല്പത്തോടു കൂടി നാരസിംഹ ഭാവത്തിലുള്ള ഈശ്വരനാണ് അവിടെയുള്ളത് എന്ന് താന്ത്രിക ആചാര്യന്മാർ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ വിഷ്ണുവും വിഷ്ണുമൂർത്തിയും ഒന്നാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചത് തെയ്യം മാത്രം വിഷ്ണുമൂർത്തി എന്നാ. പണ്ട് പരാഴിൽ കിടക്കുന്ന കാലത്തിങ്കൽ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ ദുഷ്ടനായ ഹിരണ്യകശിപനെതിരെ ആകാശവും ഭൂമിയല്ലാതെ പടിയിൽ വെച്ച് കുടൽമാല കണ്ടെത്തി രക്തപാനം ചെയ്തു. എന്താ പരാതിയാ? വല്ല പരീക്ഷണം വേണോന്ന് ചോദിക്കുന്ന ഒരു വിഷ്ണുമൂർത്തി. ആ വിഷ്ണു ആദിനാരായണൻ തന്നെയാണെന്നറിയണം. പറഞ്ഞത് രൂപമില്ലാത്ത ഈശ്വരനെ പ്രഥമ പ്രതിമാ പൂജ ജപസ്തോത്രാദി മധ്യമ ഉത്തമോ ധ്യാനഭാവസ്യാത് സോഹം പൂജോത്തമോത്തമഃ എന്ന സങ്കല്പത്തില് ഭക്തിയുടെ ആദ്യത്തെ പടിയായിട്ട് പ്രതിമയെ നമ്മൾ ആശ്രയിക്കുന്നു. മൈക്ക് കിട്ടിയ ചില ആൾക്കാർ പറയാറുണ്ട്, ഇതറിയോ, പണ്ടൊന്നും അമ്പലം ഉണ്ടായിട്ടില്ല, അമ്പലങ്ങളൊക്കെ അടുത്ത കാലത്തുണ്ടായതാണ്. വേദകാലത്ത് കാറ്റിനെയും മിന്നലിനെയും പൂജിച്ചു. അഥർവവേദം വ്യക്തമായിട്ട് പറയുന്നു, അല്ലയോ ഭഗവാനെ വന്നാലും ഈ പ്രതിമയിൽ എഴുന്നള്ളിയിരുന്നാലും അങ്ങേക്ക് ശരീരമായത് ഈ ശിലാവിഗ്രഹമാകട്ടെ. അഥർവ വേദത്തിന് പിന്നെ ബിംബാരാധന ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പായി മനസ്സിലായി. ആ ബിംബാരാധനയുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്ഷേത്രങ്ങളും താനങ്ങളും തറവാടുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ ഈ തറവാട് എന്ന് പറയുക? തറ എന്ന് പറഞ്ഞാൽ ബേസ്, നമ്മുടെയൊക്കെ അടിസ്ഥാനം. അതെങ്ങനെ ഒന്നുകൂടി പറയാലോ? നമുക്കറിയാലോ, ആ ബ്രഹ്മാണ്ടം, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു സങ്കല്പമാണ് അനേക ബ്രഹ്മാണ്ട ജനനി. അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്ന് ദേവിയെ വിളിക്കും. അങ്ങനെ അനേക ബ്രഹ്മാണ്ടങ്ങള്. അതിൽ ഒരു ബ്രഹ്മാണ്ടത്തില് ഒരു സൗരയൂഥം. ആ സൗരയൂഥം സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും. ആ ഗ്രഹത്തിലൊന്ന് നമ്മുടെ ഭൂമി. ആ ഭൂമിയുടെ ഒരു ഭാഗം ഏഷ്യ വൻകര, അതിൽ കൊച്ചു ഭാരതം, അതിലൊരു കേരളം, അതിലൊരു കാസർഗോഡ് ജില്ല. ആ കാസർഗോഡ് ജില്ലയിലൊരു താലൂക്ക്. ആ താലൂക്കില് നമുക്ക് ഒരു കഴകം, അതൊരു ഘടകമാണ്.
ആ കഴകത്തിൽ ഒരു സ്ഥാനം, ആ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ തറവാടുകൾ, ആ തറവാട്ടില് കുറെ ആളുകള് അവർ വേറെ വേറെ ആയി മാറിയപ്പോൾ ഞാനും എൻ്റെ ഓളും എൻ്റെ പിള്ളേരും അല്ലേ, പിന്നെയും ഭാഗ്യം ഞാൻ മാത്രം. എന്നെ മുറിച്ചാൽ കയ്യ്, കണ്ണ്, കാല്, തല, മൂക്ക്, പിന്നെയും ഭാഗിച്ചാൽ കുറെ ടിഷ്യൂക്കൾ, പിന്നെയും മുറിച്ചാൽ കുറെ തന്മാത്രകള്, അതിനെയും ഭാഗിച്ചാൽ ആറ്റം, ആറ്റത്തെ പിന്നെയും വിഘടിപ്പിച്ചാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ ചുറ്റി ഇലക്ട്രോൺ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അമ്പലത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല അവിടെ. ഒന്നുകൂടി ആലോചിച്ച് വെച്ചാല് എൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അമ്മേരമ്മേരമ്മ, അമ്മേരമ്മേരമ്മേരമ്മ, കുറെ അമ്മേരമ്മേരമ്മ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആരോ ചിലരുടെ അമ്മ, ആ വല്യമ്മച്ചി ഉണ്ടല്ലോ, അതെൻ്റെ വല്യമ്മച്ചി കൂടിയായിരിക്കും. പിന്നെയും കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാതാച്ച പാർവതീ ദേവി, പിതാദേവോ മഹേശ്വര, ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം എന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അവിടെയാണ് നമ്മളെല്ലാം ഒന്ന് എന്നറിയുന്ന തറവാടിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. നമ്മുടെ വേരാണ് തറവാട്. ഈ തറവാട് നമുക്ക് ധർമ്മദൈവവും കുലദൈവവും ഉണ്ട്. ധർമ്മദൈവത്തെ കുറിച്ച് ധർമ്മം ദൃ എന്ന സംസ്കൃത ധാതുവിൽ നിന്ന് നിഷ്പന്നമാണ്. ഇതിനൊക്കെ ധർമ്മ രക്ഷതി രക്ഷിത, ധർമ്മ പ്രൊട്ടക്ട്സ് ദോസ് ഹൂ പ്രൊട്ടക്ട് ധർമ്മ. ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മെ രക്ഷിക്കും. ആ ധർമ്മദൈവമാര് ജാതകത്തില് 4-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം, 4-ൽ നിൽക്കുന്ന ഗ്രഹം, 4-ാം ഭാവത്തെ നോക്കുന്ന ഗ്രഹം, ഈ ഗ്രഹവുമായി ബന്ധപ്പെട്ട ശക്തമായ ഈശ്വര സങ്കല്പത്തെയാണ് നമ്മൾ ധർമ്മദൈവം എന്ന് പറയുന്നത്. ഒന്നും വ്യക്തമായിട്ടില്ല മാഷേ എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്കൊരു ധർമ്മദൈവം സങ്കല്പം ഉണ്ടെങ്കിൽ, പുതിയ ഭഗവതി, ഒരു പുതിയ ഭഗവതി എന്ന സങ്കല്പം ഉണ്ടെങ്കിൽ, ആ പുതിയ ഭഗവതി നമ്മുടെ മുത്തശ്ശി മുത്തിയമ്മ, മുത്തിയമ്മയും മാത്രമല്ല അതിനപ്പുറത്തേക്ക് ആലോചിച്ച് നോക്കിയേ, ഒരു മുതു മുത്തശ്ശി ഉണ്ടാവും. അവരുടെ ക്രോമോസോമുമായി, ജീനുമായി, RNA-യുമായി, DNA-യുമായി ബന്ധപ്പെട്ട, രക്തവുമായി ബന്ധപ്പെട്ട ഒരു ഈശ്വര സങ്കല്പമാണ്. രക്തവുമായി ബന്ധപ്പെട്ട നിസ്സാരമല്ല, ബ്ലഡുമായി ബന്ധപ്പെട്ടത്. നമ്മൾ ചൊടി വരുമ്പോ റാസ്കൽ, അധികം ബ്ലഡി റാസ്കൽ എന്ന് പറഞ്ഞത് അർത്ഥം, നീ റാസ്കൽ, നിന്റെ അപ്പൻ്റെ അപ്പനും റാസ്കലിനെ എന്നാ, ബ്ലഡിലൂടെ റാസ്കൽ. അപ്പൊ ബ്ലഡിന് അത്രത്തോളം ബന്ധമുണ്ടെന്ന് മനസ്സിലായത് നമുക്ക്. അപ്പോൾ തലമുറകളായി ആരാധിച്ചു വരുന്ന ഈ ധർമ്മദൈവത്തെ വേണ്ട പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ് അപകടം? അതാണ് അറിയേണ്ടത്. സ്വന്തം തറവാട്ടിൽ വരാത്ത ഒരാള് കൊല്ലം തോറും ശബരിമലക്കും ഗുരുവായൂരും ആറ്റുകാൽ പൊങ്കാല ഇടാനൊക്കെ പോയിട്ട് ഒരു പുണ്ണാക്കിന്റെ ഗുണവും കിട്ടാനില്ല. ഞങ്ങൾ ഗുരുവായൂരിൽ പോയി, ഞങ്ങൾ ശബരിമലക്ക് തിരക്കേ ഉണ്ടായിട്ടില്ല, ഇവന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത്. വലിയ ബമ്പ് കേൾക്കണ ഞങ്ങൾ പോകുമ്പോൾ തിരക്കേ ഇല്ല, നേരെ ഇങ്ങനെ പോയിട്ടത്. ശബരിമലയിൽ അങ്ങനെയാ, ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും, ചിലപ്പോൾ തിരക്കുണ്ടാവും. അത് ഇവൻ്റെ വലിയ പുണ്യം കൊണ്ടൊന്നും അല്ല അങ്ങനെ ഉണ്ടാവുന്നത്. ഞാൻ ഗുരുവായൂർ പോയിട്ട് ക്ഷപ്പോ ഇത് പറയാനാ പോന്നേ, ഭജന ചൊല്ലാൻ പോകുന്ന പോലെ സ്റ്റാറ്റസ് ഇടാനാ. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും മഞ്ഞ കുപ്പായിട്ടല്ല പച്ച കുപ്പായിട്ടിൽ വരണം, പെരിപെരിയാൻ നിന്ന് ഫോട്ടോ എടുത്തു, എല്ലാവരും ഇത് സ്റ്റാറ്റസിൽ ഇടേണ്ടതാണ്. ഭജന പൊട്ടായെങ്കിൽ തിരക്കിട്ടില്ല, സ്റ്റാറ്റസിൽ ഇടണം ഇല്ലേ? നിങ്ങൾ നോക്കിയ ആൾക്കാരൊക്കെ അറിയിക്കൂലേ, എണേ എന്ത് തിരക്ക്, എന്ത് ഏടപ്പാ ഗുരുവായൂര്. ഇതെന്തിനാ പറഞ്ഞറിയോ? ഞാൻ ഗുരുവായൂർ പോയി എന്ന് അറിയിക്കാനാണ്, മൈക്ക് കെട്ടി പറയാനില്ലേ ഞാൻ ഗുരുവായൂർ പോയി എന്ന്. ആൾക്കാരെ ബോധിപ്പിക്കാണ്ട് വെറും ഭക്തി പ്രകടനമായിട്ട് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ശബരിമലക്കും ഗുരുവായൂരിന്ന് പോണ്ടാന്നല്ല, സ്വന്തം തറവാട്ടില് കർക്കടകം കഴിഞ്ഞ് ചിങ്ങം പറക്കുമ്പോൾ ഒരു 1/2 ലിറ്റർ എണ്ണയും ബത്തിയും കൊണ്ട് വരാത്തോൻ അപ്പുറത്തെ സ്വർണത്തിന്റെ എന്തോ കൊടുത്തു വരും സ്വർഗത്തിലേക്ക് പോവാൻ പാസ്പോർട്ടിനായിട്ട്. സ്വന്തം തറവാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, കർക്കടകം കഴിഞ്ഞ്, കർക്കടകത്തിന്റെ കാലുഷ്യം കഴിഞ്ഞ് ചിങ്ങം വരുമ്പോ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കും എൻ്റെ വീട്ടില് ബന്ധപ്പെട്ട കുറച്ച് ഗർഭിണികളൊക്കെ ഇല്ലേ,
ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെങ്കിലും ശ്രേയസ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് സ്വന്തം തറവാട്ടിൽ വരാൻ കഴിയാത്തോളും എന്തിനാണ് ആറ്റുകാൽ പൊങ്കാലക്ക് പോകുന്നത്, ഗുരുവായൂരിൽ പോകുന്നത്, ചോറ്റാനിക്കല പോകുന്നത്? സ്വന്തം തറവാട്ടിൽ പോവാതെ. മക്കളൊക്കെ ചിലപ്പോ പരീക്ഷയ്ക്ക് പോകുമ്പോ ഇന്ന് കണക്ക് പരീക്ഷ പേടിയായിട്ട് കഴിയുന്നില്ല ഇല്ലേ, നീ ആടാ കുളിയന്തമ്പാച്ചിക്ക് ബണ്ണാട്ടി പൈസ ഇട്ടിട്ട് പോയിക്കോ. സ്വന്തം തറവാട്ടിൽ വരാതെയോ? മക്കളോട് പറഞ്ഞ മക്കളെ പരീക്ഷയൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് ദൈവത്തിന് പണികളെ പാസ്സാക്കലൊന്നുമല്ല. പഠിക്കാൻ തോന്നിക്കണേ, ബുദ്ധിയിൽ പഠിച്ച കാര്യം നിൽക്കണേ, അതിന് അനുഗ്രഹം ഉണ്ടാവണം, അല്ലാതെ ഓർമ്മ വരില്ല. ചില മക്കളൊക്കെ, ചില ആൾക്കാർ എന്നെ അറിയുന്ന ആൾക്ക് വിളിച്ചു ചോദിക്കാറുണ്ട്, മാഷേ ചെക്കൻ ഇപ്പോൾ തീരെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെക്കന് നക്ഷത്രം തൃക്കേട്ടയാണ്, അത് വൃശ്ചികക്കൂറാണ്, ഇപ്പൊ കുറച്ച് ബുധന്റെ അനിഷ്ടസ്ഥാനത്ത് ബുധനെ കാണുന്നുണ്ട്, അപ്പൊ ബുധൻ കുറച്ച് പോസിറ്റീവ് ആക്കണമെങ്കിൽ അവന് തലമണ്ടയിൽ ഒരു സരസ്വതി ഉണ്ട്. അത് ഈ വീണയും പിടിച്ചിരിക്കുന്ന വ്യക്തിയല്ലേ സരസ്വതി? അല്ല, സരസ്വതി നമ്മുടെ തലമണ്ടയിലൊരു ചിപ്പിന്റെ പേരാണ്. അത് വൈബ്രേഷൻ കുറച്ച് കുറയുമ്പോൾ ഓർമ്മശക്തി കുറയും. ചില മന്ത്രം ചൊല്ലുമ്പോ, ചില ആരാധന നടത്തുമ്പോ, തറവാട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോ ആ സരസ്വതി എന്ന് പറയുന്ന തലമണ്ടയിലുള്ള പ്രത്യേക സ്ഥാനത്ത് വൈബ്രേഷൻ സജീവമാവും, മക്കൾക്ക് ഓർമ്മശക്തി കിട്ടും. അല്ലെങ്കിൽ എന്താ പറയല്, എല്ലാം പഠിച്ചിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോ ഈസി, സുലഭ, കർണാടകക്കാരൻ്റെ എളുപ്പം. പക്ഷെ എഴുതാൻ തുടങ്ങിയിട്ടാകുമ്പോ എല്ലാം മറന്നുപോയി. ഇതിന് ട്യൂഷൻ അയച്ചിട്ട് ഫലമില്ല, കമ്പ്യൂട്ടർ പഠിക്കാൻ അയച്ചിട്ട് ഫലമില്ല, ഞായറാഴ്ച മുഴുവൻ ഡാൻസ് പഠിക്കാൻ അയച്ചിട്ട് ഫലമില്ല. ഇടയ്ക്കൊന്ന് തറവാട്ടിലേക്ക് കൂട്ടിയിട്ട് വാ. കഴിഞ്ഞ കൊല്ലം പുതിയ കൊടുക്കലിന് വന്നത്, മിനിയാന്ന് ഒരുത്തനെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം പുതിയ കൊടുക്കൽ വന്നത്, ഇപ്പൊ വന്നിട്ട് നീളം കുറവ്, വണ്ണം കുറവ്, 1000 ഉറുപ്പ്യ കൊടുക്കുന്നില്ലേ, എന്നിട്ട് തന്ന് ഇത്രക്കില്ല ഒരു അട. അത് മധുരവും പറ്റിയിട്ടാ, ഉണങ്ങിയിട്ടും കരിഞ്ഞിട്ടും. എന്നാൽ ഈ നൊടിച്ചിളക്കുന്നവൾക്ക് നേരത്തെ സ്വന്തം മോനെ ഒന്ന് അയച്ചുകൂടെ, ഓല ചിക്കിയിടാൻ വേണ്ടിയിട്ടെങ്കിലും? അത് വരൂല. സമയമാകുമ്പോ കാറടെ സ്റ്റാർട്ടാക്കിയിട്ട് വെക്കും. ഈ അംശപ്പിളെ കൊടുക്കേ, അത് ഒറ്റ പോക്ക്. ഇവിടെയല്ല കേട്ടോ, ഇവിടെ നല്ല തറവാട്ടുകാരാണെന്ന് ആ പ്രമോദ് എന്നോട് പറഞ്ഞേ. അങ്ങനെ കരിമ്പൊന്നും ചെയ്യില്ല. പിന്നെ ഇത് ഉപ്പ് പറ്റിയിട്ട് അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൂടിയാ സാമ്പാറിൽ? ഈ ഇളക്കുന്നോളം മോന ഇളക്കാനാക്കി കൂടിയാണ് സാമ്പാർ. അത് ചെയ്യൂല. അത് ചെയ്യാതെ തറവാട്ടിൽ മതി. പണ്ട് നല്ല കമ്മിറ്റിക്കാരുണ്ടായിന്. വെളിച്ചപ്പാടന്മാർ അത്ര ബൈക്കിട്ടത്. ഒരു ദിവസം കൊല്ലത്തേക്ക് ഒരിക്കൽ വരുന്നത് വെളിച്ചപ്പാടന്മാർ 2 വർത്താനം പറയുമ്പോൾ സഹിക്കാനുള്ള സമയമില്ല, വേഗം പോണെന്ന്. ഞാൻ പറയട്ടെ, നന്നാവോ നമ്മള്? നിങ്ങൾ നന്നാവും. ഞാൻ പറയും, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നന്നാവുമോ? അപ്പൊ തറവാട്ടിലെ ധർമ്മദൈവം എന്ന് പറഞ്ഞാല് പരമപ്രധാനമാണ്. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പോലും എൻ്റെ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ധർമ്മദൈവം വേണ്ടവരെ ശ്രദ്ധിച്ച്, ദുരിതങ്ങൾ ഉണ്ടാവും, രോഗങ്ങൾ ഉണ്ടാവും, ഇടക്കിടക്ക് അപകടം വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ച് കാലമായിട്ടാണ് അൽബ് കഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടം, പൈസക്ക് എന്ന് പറഞ്ഞാൽ ആ ലോൺ അടക്കാൻ കഴിയുന്നേയില്ല. എന്തായിപ്പോ അപ്പൾക്കിന്റെ ഗ്യാസും തീർന്നു. അതാ സംഭാവനക്കാരെ കൊണ്ട് ഞായറാഴ്ച വീട്ടിൽ നിൽക്കാൻ കഴിയുന്നേയില്ല. റൂം എടുത്തിൽ നിന്നാലും അത് ലാഭം. അത്ര സംഭാവനക്കാർ ഏടപ്പോൾ ചെക്കനപ്പോൾക്ക് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ചെക്കൻ മോട്ടോർ സൈക്കിൾ പോയി ആരോക്കെ ടാറ്റ പറഞ്ഞു മുട്ടുപൊട്ടിയിട്ടും വന്നു. കാലക്കേട് വരുമ്പോൾ കൂട്ടത്തോടെ എന്തായതിന് കാരണം? ധർമ്മദൈവത്തിന്റെ പ്രീതിയിൽ അപകടം വരും, ആധി വരും, വ്യാധി വരും, കല്യാണപ്രായമായിട്ടും കല്യാണം നടക്കാതിരിക്കും. എല്ലാം ഒത്തിരി പക്ഷെ ഏകദേശം ശരിയായിന്. അപ്പൾക്കാരോ പാര വെച്ചു. അപ്പോഴത്തെ നാരായണേട്ടിക്ക് നിങ്ങളുടെ മോൻ്റെ ഓള ഇല്ലാതാക്കാനാ ശ്രമം? അല്ലല്ലോ. അത് ഇവന് മാത്രം പാര വന്നത്. ധർമ്മദൈവത്തിന്റെ പ്രീതിയില്ലെങ്കിൽ ദൈവത്താണം അങ്ങനെ നടക്കില്ല. ജോലി കിട്ടും PSCയുടെ ലിസ്റ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. കിട്ടുന്ന പോയി, തള്ളിപ്പോയി, ഇല്ല. ഇനി ജോലി കിട്ടി, ശമ്പളം കിട്ടുന്ന എങ്ങനെ തീർന്നതെന്നില്ല. അങ്ങനെ തന്നെ ഓളും ഉണ്ടാവും. പല തീയത്തിയോ അങ്ങനെ ഓട്ടക്കൈയിലവരല്ല, കരുതി വെക്കുന്നവരാ. ചിലരെ കൊണ്ടുവന്ന് അങ്ങനെ മുടിക്കീറ്റിങ്ങോ ഇല്ലേ? അതിനും കാരണം തറവാട്ട് ധർമ്മദൈവത്തെ അനുഗ്രഹം. സന്താന ഭാഗ്യമില്ലാതിരിക്കുക, കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും സന്താന ഭാഗ്യം ഇല്ലാതിരിക്കുക, ത്വഗ്രോഗങ്ങൾ ഉണ്ടാവുക,
ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ണിന് അസുഖമുണ്ടാവുക, അപ്പുറത്തിപ്പുറത്തൊക്കെ പാമ്പുകളെ കാണുക, അല്ലേ? പുരോഗതി ഇല്ലാതിരിക്കുക. പിന്നെ ജാതകപ്രകാരമുള്ള ഐശ്വര്യം പോലും ഇല്ലാതെയാവും. അത് മനസ്സിലായില്ല അല്ലേ? ജാതകത്തിൽ ഗജകേസരി യോഗം വെറുതെപ്പ അയാൾ പറഞ്ഞിട്ട്, അയാൾ ഓങ്കരി കുട്ടിച്ചാത്ത എന്തോ പറഞ്ഞിട്ടുണ്ട്, ബണ്ണെ പറഞ്ഞത്, ഒരു ഗുണവുമില്ല. എന്താ കാരണം? അനുഗ്രഹം കിട്ടണമെങ്കിൽ ധർമ്മദൈവത്തിന്റെ പ്രീതി ഉണ്ടാവണം. ഏതുപോലെ? എളുപ്പത്തിൽ വരെയാ, ഒരു ഘട്ടന് വിനിയും എപ്പോഴും ഭജനക്കൊക്കെ പോകും, ഭജന എല്ലാം പോകും. ഒരുത്തൻ നാരായണ 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 നാരായണ, അനിയൻ ന്യൂജൻ കൂരായണ 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 എന്ന് പറയും. രണ്ടുപേരും ഭജന കഴിഞ്ഞ് നടന്നിങ്ങനെ പോകുന്ന സമയത്ത് നാരായണ നാരായണ ചെല്ലിയോന് കാക്കൊരു കാരാമുള്ള ഒറ്റ തറക്കൻ. അപ്പോന് കൂരായണ പറഞ്ഞോന് 100 റുപ്യ വീട് കിട്ടി. ഏതാ നല്ലത്? നാരായണയോ കൂരായണ? നിങ്ങൾ തന്നെ പറ അല്ലേ? നാരായണ ചൊല്ലിട്ട് കാരാമുള്ളു, കൂരായണ ചൊല്ലിട്ടോ 100 റുപ്യ കിട്ടി. ഇവർ പറഞ്ഞ കേട്ടാ നാരായണ നാരായണ കാരാമുള്ളു, എനിക്ക് ഉണ്ട് 100 റുപ്യ ഐസ്ക്രീം. വീട്ടിലെത്തി അച്ഛന് ലേശം ജ്യോതിഷവും ജാതകവും ഒക്കെ താല്പര്യമുള്ള ആളാ. ജാതകം നോക്കിയപ്പോഴാണ് കണ്ടത് ഈ കാരാമുള്ളു തറച്ചോനുണ്ടല്ലോ, ഓരോ ജാതകപ്രകാരം ഉഗ്രവിഷമുള്ളൊരു പാമ്പിന്റെ കടിയേറ്റ് മരിക്കാനുള്ള യോഗമുണ്ട്. പക്ഷെ നാരായണ നാരായണ ചൊല്ലിയതുകൊണ്ട് എന്തായി? കാരാമുള്ളു. മറ്റൊരു ജാതകത്തിൽ 10 കോടി ഉറുപ്യ കിട്ടാനുള്ള യോഗം, ഒരു 100 റുപ്യ കിട്ടി. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. കാരണം യോഗഫലം പോലും അനുഭവിക്കാതിരിക്കും നമ്മൾ തറവാട്ടിൽ വേണ്ട പോലെ വന്നില്ലെങ്കിൽ. ഒന്നും ചെയ്യേണ്ട. ഇനി പണം കൊടുക്കാൻ കഴിയാത്തവര്, ഞങ്ങൾ എത്ര മാഷേ കൊടുക്കല്, കയ്യാല് ഭയഞ്ഞത് അത് കൊടുക്കുന്നു, കൊടുക്കാൻ കഴിയുന്നില്ലേ? ഇവിടെ ഒന്ന് സേവനം ചെയ്തൂടെ? ഒന്ന് അടിച്ചു വാരിക്കൂടെ? എനക്കറിയുന്ന ഒരു തറവാട് കേടാന്ന് പറഞ്ഞാൽ എനിക്കും കൂടി നാണക്കേട്, അതുകൊണ്ട് പറയുന്നില്ല. പറയും ചക്ക പിടിച്ചിട്ടാകുമ്പോ മാങ്ങ പിടിച്ചാകുമ്പോ ഞങ്ങളെ വീട് ഇത് ചക്കയും മാങ്ങയും പറിക്കാൻ എടാന്നും പറഞ്ഞത് കേട്ടോ. ആ തറവാട്ട് താമസിക്കുന്ന പെണ്ണിനെ അടിച്ചു വാരാൻ പറ്റാത്ത ദിവസം അന്ന് ഈ പറയുന്ന ആൾക്ക് ഒന്ന് അടിച്ചു വാരിക്കൂടെ? അത് വരില്ല, ഒന്ന് അടിച്ചു മാറ്റാൻ വരൂല. നമ്മളെ വീട് എന്ന് പറയും. ഇത് നമ്മുടെ വീടാണ്. വീട് എന്ന് പറഞ്ഞാലോ, വീട് എന്ന് പറഞ്ഞാൽ ഹൗസ് എന്ന് പറഞ്ഞാൽ ഹോം എന്ന് പറഞ്ഞാൽ വീട്. എന്താ ഇയാൾ പിരാന്താക്കുന്നത്? നമ്മുടെ ഹവിസ് അർപ്പിക്കാനുള്ള സ്ഥലം ഹവിസ്, ഹൗസ്. ഹോമം നടക്കാനുള്ള സ്ഥലം ഹോം, HOME. വിടാനുള്ളതും വീട്ടാനുള്ളതും വീട്. വിടാനുള്ളതും വീട്ടാനുള്ളതുമാണ് വീട്.